എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുകുമാരൻ ചാലിയത. ഈ വർഷത്തെ 10ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ എൻ്റെ ഒരു കവിത വന്നിട്ടുണ്ട്. കവിതയുടെ പേര് ഏട്ടക്കൂരി എന്ന്. ഏട്ടക്കൂരി എന്ന് പറഞ്ഞാൽ കബരിപ്പുഴയിൽ ലഭിക്കുന്ന ഒരു മീനാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു മീനാണ് ഏട്ടക്കൂരി. പുള്ളി പുള്ളി നിറകളുള്ള ഒരു മീൻ. അത് വർഷത്തിൽ ഒരിക്കലേ ലഭിക്കൂ. കുറച്ചേ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഈ ഊത്തകാലം എന്ന് പറയുന്ന നമ്മളെല്ലാം കേട്ട് പരിചിതമായ ഒരു വാക്കാണ് ഊത്തകാലം. മീനുകളുടെ പ്രജനകാലം, അവരുടെ പ്രസവകാലം, അവർ മുട്ടകൾ ഉടയുന്ന ഒരു സമയമാണ് ഊത്തകാലം. ആ സമയത്ത് മുട്ട കുടയാൻ വേണ്ടി പോകാൻ നേരത്താണ് നമ്മളെ പോലുള്ള മനുഷ്യന്മാർ വല വീശി പിടിക്കലും തോട്ടിട്ട് പിടിക്കലും ചൂണ്ടയിട്ട് പിടിക്കലും മറ്റ് വിഷങ്ങൾ കലക്കി പിടിക്കലും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ട കുടയാൻ വേണ്ടി അവർ ചാടി 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 പുഴയെ വെട്ടി ചാടി 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 പോവാണ്. അവസാനം ഇവര് ഈ മുട്ട കുടയാൻ സാധിക്കാതെ വീണ്ടും അവരെവിടുന്ന് വന്നോ ആ സ്ഥലത്തേക്ക് തിരിച്ചിറങ്ങി പോകുന്ന ഒരു കവിതയാണ്. അവരുടെ ആവാസ സ്ഥലത്തേക്ക് വീണ്ടും പോകുന്ന ഒരു കവിതയാണ് ഏട്ടക്കൂരി എന്ന കവിത. ആ കവിത ഞാൻ ചൊല്ലാം. കവിതയുടെ പേര് ഏട്ടക്കൂരി. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടു തിന്ന കിട്ടും. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചെട്ടു പെണ്ണിനെ തേടും. ആങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരശി ഉരശി നരശിക്ക് നരവീണു. പൊന്നും ചുമന്ന് പൊൻകുഴി പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴി വെട്ടി ആട്ടുന്ന കാറ്റും ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്ത. ആ മലകൾക്കും കണ്ടിട്ടിട്ടുണ്ട്. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്ത കാലത്തും രക്ഷയില്ല. ഏട്ടക്കൂരി എന്ന കവിതയുടെ പരിഭാഷയാണ്, റാവള ഭാഷയാണ് ഇത്. അപ്പോ റാവള ഭാഷയ്ക്ക് അത് പേരിട്ടേക്കുന്നത് കെത്തളു എന്നാണ്. ഏട്ടക്കൂരിനെ ഞങ്ങൾ പറയുന്നത് കെത്തളു എന്നാണ്. ഇന്നലെ ഒരു കാടാനെ പെറ്റുപോന്ന പുള്ളെ കറുത്ത ചോലക്കാടില്ല നീരു കാക്ക മുങ്കിന കുണ്ടില്ല മീനുവ തറക്കെട്ടി. മരകേരത്തുളേച്ചിക്കിന്റെ മരവാവ് പൂ 5 പെണിയങ്ങള് തടാക്കി മുങ്ങിപ്പോന്റെ കല്ലുകേരി മീനുക്കു കന്നാരപ്പോലിയ കല്ലു ഉരേച്ച് നരേച്ചിക്ക് തിലേ പോത്ത പൊന്നും കടാത്തി കൊന്നുകൊണ്ട് പൂവേ കാട് പൂ ഓടിക്കാണ്ട് ഒട്ടിമലഞ്ച കൈതപ്പൂക്കു ഒരു പോവു വെട്ടിയാട്ടിന്റെ കാറ്റുമൂ വളയഞ്ചു നിനേച്ചൊണ്ടിറാങ്ങിന്ന കാട് മൂവലുക്കു വലെ പോയി വെട്ടി നീന്തുന്ന ബാളമു
കരപെട്ടി ചാടിന്റെ കെത്തളക്കുന്നു എന്ന ചന്ത. ആ മലയ്ക്കുമോ കണ്ണിട്ടുള്ളാരും കുത്തിപൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോര കക്കിന്നു. ആ ഓടി ചാടി കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മല. ആ നുളയച്ച മരാത്തക്ക് ജാറത് ఏవ్ మలే చాడుచుము ఏవ్ పువ్వే కటాందిచుము ಕೆತ್ತಳು ತಿರುಚುದಿಗಿನ ಊತ ಕಾಲ ತಿಂಗಳು ರಚಕಾಣ. പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ പ്രിയപ്പെട്ട കവി സുകുമാരൻ ചാലികത്തയുടെ ഏട്ടക്കൂരി എന്ന ഒരു കവിതയുണ്ട്. അത് റാവുള ഭാഷയിൽ അടിയ ഭാഷയിൽ രചിച്ച ഒരു കവിതയാണ്. ആ കവിതയിൽ പ്രകൃതിയും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ഗോത്രജനങ്ങളുടെ ജീവിതവും കലർന്നു നിൽക്കുന്നു. ആ കവിതയെക്കുറിച്ച്, തൻ്റെ കാവ്യ ജീവിതത്തെക്കുറിച്ച് പ്രിയ ഗോത്രകവി സുകുമാരൻ ചാലികത നമ്മോട് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. ഇത് ഈ ചാലികത ഗ്രാമം കവിയുടെ ജീവനാണല്ലോ. അതെ. ഞങ്ങളുടെ കവിതയില് ഇടയ്ക്ക് ഇവിടുത്തെ പ്രകൃതിയും ഈ കബനി നദിയും അതുപോലെ ഈ പാടവും എല്ലാം കടന്നു വരുന്നുണ്ട്. ചാലികത എന്നുള്ള ഈ കൊച്ചു ഗ്രാമത്തെ തൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ചാലികതയെ കുറിച്ച്, തൻ്റെ ജന്മദേശത്തെക്കുറിച്ച്, അതോട് ചേർന്നുള്ള തൻ്റെ കാവ്യജീവിതത്തെക്കുറിച്ച് കവിക്ക് എന്താണ് പറയാനുള്ളത്? പറയാം. ചാലികത ഞാൻ ഇന്ന് കാണുന്ന ചാലികത അല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അന്ന് ഈ വയലൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ മൊത്തം മറ്റേ ഈ ഞാറക്കാടായിരുന്നു. പഴം ഞാറ അതൊക്കെ കഴിച്ചിങ്ങനെ ജീവിച്ച് കാട്ടിലേക്ക് പോവുക, കാട്ടില് പോയിട്ട് ഓടി നടക്കുക, അതില് സഞ്ചരിക്കും, എല്ലാ കാര്യങ്ങളും കുട്ടികളും കൂട്ടത്തോടെ അങ്ങനെ പോവുക. എന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ വരിക, പുഴയിൽ നീന്തുക, മീൻ പിടിക്കുക, പിന്നെ നമ്മള് പുഴേന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കക്കകള് അത് പിടിക്കുക, ഇതൊക്കെയാണ് പ്രധാന പണി. പിന്നെ മരത്തിൽ കയറുക. ഈ കാട്ടില് മൊത്തം ഏകദേശം മരം മൊത്തം ഞാൻ കയറിയിട്ടുണ്ട്. ചാലികത എന്ന് പറഞ്ഞ ചാലി എന്ന് പറഞ്ഞ മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ തൊട്ടാടെയാണ് ഞങ്ങള് മീൻ പിടിക്കുന്ന കേന്ദ്രം. ഗദ്ദ എന്ന് പറഞ്ഞ വയലാണ്. അപ്പൊ അതിനെയാണ് ചാലിഗദ്ദ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വളരെ നിശബ്ദമാണ്. നമുക്ക് എന്തും ഒച്ചത്തില് പിന്നെ നിശബ്ദമാണ്, വേറെ ഒരു ശല്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഉച്ചത്തില് സംസാരിക്കാം, ഉച്ചത്തില് വഴക്കിടാം, പാട്ട് പാടാം, കൂവാ. ഈ ചാലികദ്ദ ഗ്രാമത്തിന്റെ പുരാവൃത്തവും ഇവിടുത്തെ ഗോത്ര സംസ്കൃതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചാലികത ഞാന് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വല്യച്ഛന്മാരും വല്യമ്മമാരൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ചാലികതയിലാണ് റാവളന്മാരുണ്ടായിരുന്നത്. ഈ പടമല ഏതൊരു പടയോട്ട സമയത്ത് വലിയ യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധ സമയത്ത് ഇവിടുന്ന് എല്ലാവരും ചിതറിപ്പോയതാണ് ബൈരക്കുപ്പയിലും ചേകാടിലും ഒക്കെ മാറിപ്പോയതെന്ന് പറയുന്നുണ്ട്. ആ പഴയ ആൾക്കാർ ഇപ്പൊ അവിടെ ചെല്ലാൻ നേരത്തും അവര് പറയുന്നത് ഞങ്ങള് പണ്ട് ചാലികതയിലാണ് വന്നത്, ചാലികതയിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളിലെ കേട്ടത്. ഇപ്പൊ പിന്നെ ഇതിനെ കുറിച്ചൊന്നും നമ്മുടെ കുട്ടികളൊന്നും അറിഞ്ഞ് ചോദിച്ച് അങ്ങനെ പോവാറില്ല. ഈ ഏട്ടക്കുരി കവിതയില് ഞാൻ
ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു ഗോത്ര ജീവിതത്തിന്റെ അടയാളങ്ങളൊക്കെ വരികയുണ്ടോ? അതുണ്ട് എന്താന്ന് വെച്ചാൽ ഒരു ഞങ്ങളുടെ ജീവിതം സ്വയം ഭരണമായിരുന്നു. ഒരു കാലത്ത്, പണ്ട് കാലത്തെ അവരെ സ്വയം കൃഷി ചെയ്യുക, സ്വന്തം ജീവിക്കുക, സ്വന്തമായ ആവശ്യ വസ്തുക്കളും കണ്ടെത്തി അവരെ തന്നെ നടന്നത്. അപ്പൊ അവർക്ക് കാട്ടിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം സ്വന്തം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കാലഘട്ടം വന്നപ്പോ അല്ലേ അത് വേറെ തലത്തിലേക്ക് മാറുകയും നമുക്ക് കാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയല്ലേ. അതാണ് പറഞ്ഞത്. അവര് പറഞ്ഞു കേട്ട അറിവാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് ഈ വനത്തിലൂടെ സഞ്ചരിച്ചു. ഈ കുറുവാദ്വീപ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ എറണാകുളം ചരിത്രത്തിലുള്ള ഒരു ദ്വീപാണ്. നമ്മുടെ KJ ബൈബ് സാർ എഴുതിയ മാവലി മന്റം എന്ന ആ പുസ്തകത്തിൽ പറയുന്നില്ലേ, മേലോരച്ചനും കീയോരത്തി, ഈ ഞങ്ങൾ എത്തി അച്ഛന് വസിച്ച ദ്വീപാണ് കുറുവാദ്വീപ്. അത് ശവക്കാടാണ് കുറുവാദ്വീപ്. അവിടെയാണ് വന്നിട്ട് ഞങ്ങളുടെ അന്ന് ലോകം അവസാനിച്ചപ്പോൾ ഇവർ രണ്ടുപേര് മാത്രമായി. അങ്ങനെ അവരെ മൊത്തം കൊണ്ട് അടക്കിയ ഒരു ശവക്കാടാണ് കുറുവാദ്വീപ്. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന കാടും മലയും പുഴയും ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്നും ഇപ്പൊ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടോ ഒന്നും സഞ്ചരിക്കാനുള്ള ഒരവസ്ഥ ഇപ്പൊ ഇല്ല. അപ്പൊ അതാണ് പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നത്. ഞങ്ങളുടെ നഷ്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കവിതയിലെ ഒരു വരിയുണ്ടല്ലോ, പൊന്നും ചുമന്ന് പൊൻകുഴി പുഴ കാട്ടിൽ കൂടിക്കളഞ്ഞു എന്നുള്ള വരിയുണ്ടല്ലോ. ഇത് ഈ ചാലികഥയില് കവിനി തൊട്ടൊഴുകുന്നു. ഈ കവിതയിൽ തന്നെ മറ്റൊരിടത്ത് നരസിംഹപ്പുഴയെ കുറിച്ച് പറയുന്നു. അതെ, അങ്ങനെ ഈ പുഴകൾ ഇടയ്ക്കിടയ്ക്ക് ചാലികഥയിലെ കവിതയില് ബിംബങ്ങളായി വരുന്നുണ്ടല്ലോ. പൊൻകുഴി പുഴ പൊന്നും ചുമന്ന് ഓടിക്കളഞ്ഞു എന്ന് പറയുന്നത്. പൊന്നും ചുമന്ന് ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പുഴകൾക്കൊന്നും രക്ഷയില്ല. ഈ നാട്ടിൽ നിന്നാലല്ലേ ഈ കള്ളന്മാരുടെ ശല്യം കൂടുതൽ. അപ്പൊ ഇത് ഈ നാടില് എത്ര ദൂരം ഒഴുകുന്നോ അത്ര ദൂരത്തുള്ള അതിന്റെ സ്വത്തുണ്ടല്ലോ. അതിന് മീനും അതിന്റെ സ്വത്താണ്, ആ ജലവും അതിന്റെ സ്വത്താണ്, അതിലുള്ള അതിന്റെ അടിയിലുള്ള കല്ലുകളും മണലുകളും എല്ലാം പുഴയുടെ സ്വത്താണ്. അപ്പൊ എന്തെങ്കിലും ഇതാരും കക്കാണ്ടിരിക്കാൻ വേണ്ടാണ് ഈ പൊൻകുഴി പുഴ പൊന്നും ചുമന്ന് കാട്ടിലേക്ക് ഓടി പോകുന്നത്. അപ്പൊ കാട്ടിൽ കയറി കഴിഞ്ഞപ്പോ ഫോറസ്റ്റുകാർ പിടിച്ചോണ്ട് പോകില്ലേ, അവിടെ ചെന്നിട്ട് എന്തായാലും കക്കാൻ നിന്നാല്. അതാണ് ഈ പൊൻകുഴി പുഴ ചെയ്ത ഒരു കാര്യം. ഇത് പുഴകൾക്കും മനുഷ്യർക്കും അതെ സ്വാസ്ഥ്യമായി ജീവിക്കാൻ പറ്റിയ ഇടമാണ് ഈ കാട് എന്ന രൂപത്തിലേക്കാണ് പറഞ്ഞത്. അതെ, ഒരു ശല്യവും ഇല്ല അവിടെ. ചോലക്കാട്ടിലെ നീർക്കാക്ക, വീട്ടുതുണ കെട്ടുന്ന മീനുകൾ, മൂക്കുത്തി തൊടുന്ന കല്ലുന്തി മീന്, ഇങ്ങനെ നിറയെ പ്രകൃതി ബിംബങ്ങൾ തന്നെയാണല്ലോ കവിതയിലുള്ളത്. മനുഷ്യന് മാത്രമല്ല, മനുഷ്യന്റെ ഒരു ജീവിതം ഉണ്ട് അതില്. പിന്നെ നമ്മുടെ പുഴയിലുള്ള ജീവനുകളുണ്ടല്ലോ, അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതും രണ്ടും കൂട്ടി ചേർത്തിട്ടാണ് അങ്ങനെ എഴുതിയത്. ഈ കല്ലുന്തി മീനെന്ന് പറഞ്ഞ കല്ലാമുട്ടിയാണ്. അപ്പൊ ഇത് ഏത് സമയവും വെള്ളത്തിൽ കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കല്ലാണ് അതിന്റെ മൂക്കുത്തി, അതിനാണ് അത് മൂക്കുത്തി വേണമെന്ന് പറയുന്നത്. പിന്നെ വീട്ടുതിണ്ണ കെട്ടുന്ന നീർക്കാക്കനെ പേടിച്ചിട്ടാണ്. ഈ നീർക്കാക്കയില്ലേ, ഈ മീനുള്ള സ്ഥലത്തെ വന്നിട്ട് ഇത് മുങ്ങിട്ട് മീൻ പിടിക്കും. ഈ നീർനായും അങ്ങനെയാണ്, ഈ പുഴയിലുണ്ട് നീർനായ. അപ്പോ ഇവരെല്ലാരും വന്നിട്ട് അവിടെ ഈ മീനുള്ള സ്ഥലത്ത് അവര് ഗോഡ എന്നാ പറയുന്നത്, ഗോഡ. ഞാൻ മീനിനെ കുറിച്ച് വേറൊരു കവിത എഴുതുന്നുണ്ട്, മീനുകളുടെ പ്രസവമുറി എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട് പണ്ട്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കവിത ഒരു സമൂഹത്തിന്റെ ജീവിത പ്രശ്നമാണ്. അത് മാത്രമല്ലാണ്ട് നമ്മുടെ
എൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഇവരെ കുറിച്ചും ചേർത്തുകൊണ്ടാണ് ഈ കവിത എഴുതിയേക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരുപാട് കോറികൾ നമ്മുടെ പിന്നെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ഉള്ള മലകൾ, ഈ കോറികളൊക്കെ തീർന്ന് വന്നപ്പോഴും വേറെ എവിടെങ്കിലുമൊക്കെ ചെറിയ മലകളൊക്കെ കാണുമ്പോൾ അവിടേക്കും കണ്ണുവെക്കുകയാണ്. അപ്പൊ ഇവര് പൊട്ടിച്ച് ഈ പാറകൾ പൊട്ടിക്കുമ്പോ ഈ പാറക്ക് ചുവന്ന ചോരയല്ലല്ലോ, വെള്ള പൊടി ചോരയാണ്. അപ്പൊ ഈ പൊട്ടിത്തെറിക്കുമ്പോ, പാറകളെല്ലാം പൊട്ടിത്തെറിക്കുമ്പോ അവരുടെ ചോര വെള്ള ചോരയാണ് ഈ കല്ലുകളെല്ലാം കക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പൊ നമ്മ ഇനിയുള്ള ഒരു പ്രതിരോധമാണ്. കാരണം എന്താ വെച്ചാല് ഇനിയും മനുഷ്യന്മാർ ജീവിക്കാനുണ്ടല്ലോ, നമ്മൾ മാത്രമല്ല, പുതിയ മനുഷ്യന്മാർ വരാനുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ഒരു ചെറിയൊരു സമര കവിതയാണ്. ഈ കവിതയുടെ അവസാന ഭാഗത്ത് 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും വേട്ടക്കുരി തിരിച്ചിറങ്ങി എന്ന് പറയുന്നുണ്ട്. ഊത്തക്കാലത്ത് പോലും, നിങ്ങൾ പറഞ്ഞതുപോലെ പ്രസവകാലത്ത് പോലും അവർക്ക് രക്ഷയില്ലാതെ. ഇത് ഒരു ഗോത്ര വിഭാഗത്തിന്റെ പ്രതിരോധം, അവരുടെ അരക്ഷിതാവസ്ഥ അതുകൂടി ചേർത്താണോ പറഞ്ഞിരിക്കുന്നത്? ഇത് പ്രതിരോധം തന്നെയാണ്. അങ്ങനെ എന്താന്ന് വെച്ചാല്, ഒരു കാലത്ത് നമ്മുടെ ആൾക്കാർക്ക് വലിയ സാക്ഷരത വിദ്യാഭ്യാസം എടുത്തു വായനം അറിയില്ല. കുറെ കാലശേഷമാണ് ഇവിടെ നമ്മുടെ ഓരോ ഊരുകളിലും 10ാം ക്ലാസ് പാസ്സാവുകയും ഡിഗ്രി പഠിക്കുകയും അതിന്റെ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ആയി വന്നു ഈ കുറച്ചു കാലം ശേഷം. ഇവിടെ തന്നെ ഇപ്പൊ എന്റെ ശാലികതയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, ഇപ്പൊ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതേ അവസ്ഥയാണ് ഈ മീനിന്റെ അവസ്ഥയും. എല്ലാവരും പറയുന്നു ആദിവാസികൾക്ക് വിദ്യാഭ്യാസമില്ല, ജോലി ലഭിക്കുന്നു, നിങ്ങൾക്ക് പിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ ജോലി ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇപ്പം ഈ കാലത്ത് എൻ്റെ അടുത്തും പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ 10ാം ക്ലാസ്സും പാസ്സാക്കാണ്ട് ജോലിയിൽ ഒന്നും ലഭിക്കില്ല. ഇവിടെ ഡിഗ്രി കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാർക്ക് പോലും ജോലിയില്ല. അപ്പൊ അതേ അവസ്ഥയാണ് ഇതിൽ. ഈ 7 മല വരെ ഞങ്ങള് ചാടിക്കഴിഞ്ഞു. പഴയ അവസ്ഥ അല്ല, വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറി വന്നിട്ടുണ്ട്. കൃഷിപരമായിട്ടില്ല. പണ്ടൊക്കെ കൃഷി ഉണ്ടായിരിക്കാം, പക്ഷെ ഈ കാലത്ത് അങ്ങനെ ആർക്കും വലിയ കൂലിപ്പണി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ മീന് അവരുടെ പ്രജനന സമയത്ത് പുഴകളും തോടുകളും വയലുകളിലെല്ലാം കയറി ഇങ്ങനെ വരും ഊത്തകാലം. അപ്പോ അവിടെ എത്തി ആ വിദ്യാഭ്യാസപരമായ ആ വലിയ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ട് പോലും നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചിറങ്ങി പോകുന്ന ഒരു കാര്യമാണ്. കെത്തളു അഥവാ വേട്ടക്കുരി എന്ന ഈ കവിതയിൽ പ്രകൃതി ബിംബങ്ങളുണ്ട്, അതേപോലെ തന്നെ ഗോത്ര ജീവിതമുണ്ട്. കവിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, കവിക്ക് ഈ ചാലികതയും ഈ കാടും ഈ വയനാടും ഏറെ പ്രിയപ്പെട്ടതാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ സ്വരൂപിച്ചത് ഈ ദേശങ്ങളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഗോത്ര ജനത അഭിമുഖീകരിക്കുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അവരുടെ അരക്ഷിതാവസ്ഥയും അവരുടെ പ്രതിരോധവും എല്ലാം തന്നെ ഈ വരികളിൽ ചേർത്ത് പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഈ കവിത എല്ലാ നിലയിലും ഈ കേരളത്തിലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പഠിക്കുന്ന ഈ കേരളത്തിലെ കുട്ടികൾക്ക് ഇത്രയും കവിതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിന്, അതേപോലെ തന്നെ അങ്ങയുടെ കാവ്യജീവിതം പരിചയപ്പെടുത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. സന്തോഷം. നന്ദി.